ഈശ്വർ മാൽപെ ഇപ്പോൾ ഒപ്പം ചേരുന്നുണ്ട് ടെലിഫോൺ ലൈനിൽ. ഈശ്വർ മാൽപെ, താങ്കൾ അവിടെ എത്തിയോ? ആ സ്ഥലത്ത് എത്തിയോ? തുടർന്നുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും? എങ്ങനെയാണ് അദ്ദേഹം കരയിലേക്ക് കൊണ്ടുവരാനാവുക? ഈശ്വർ കൊണ്ട് സംസാരിക്കുന്നത്. നമുക്ക് ഇപ്പൊ മധ്യാഹ്നം 11 മണിക്ക് ഒരു കോൾ ಬಂದಿருச்சு. ഞാൻ അങ്കിളിലെ ബോഡി തേടിക്കൊണ്ടിരിക്കുന്ന സമയത്തിൽ കടലിലെ ഒരു ബോഡി ഉണ്ടെന്ന് சொல்லி, കടലിലെ ഇപ്പൊ പുഴയിലല്ല, കടലിലെ ഒരു ബോഡി ഉണ്ട്. ഫിഷർമാനെ ഫോൺ ആക്കി ഒരു കടലിലെ ബോഡി ഉണ്ട്. ആ ബോഡി അർജുന്റെ ബോഡി അല്ല, സലീറിന്റെ ബോഡി. സലീർ പറഞ്ഞ ഒന്നാറ് സൈഡിൽ ഒരു ബോഡി മിസ്സിംഗ് ആക്കിയിട്ടുണ്ട് 3 നാളിലെ മുമ്പോട്. ആ മിസ്സിംഗ് ആയ ബോഡി അത് നോക്കാൻ ഇപ്പൊ ഞങ്ങൾ പോകുന്നുണ്ട്. അത് അർജുന ബോഡി അല്ല, സലിയ ബോഡി എന്ന്. ജാർഖണ്ഡിന് മൂലത്തെ ഒരാൾ മിസ്സിംഗ് ഉണ്ട്. അതായിരിക്കുമോ എന്നാണോ ഇപ്പോൾ കരുതുന്നത്? അല്ല, അർജുൻ്റെ അല്ലമ്മ, അത് എന്ന് അർജുൻ മേഡം അവിടെ പോയിട്ട് ഞങ്ങൾ നോക്കുന്നു അർജുന ബോഡിയാ അല്ല അത് ജാർഖണ്ഡ് ഒരാൾ മിസ്സിംഗ് ആയില്ല അയാളുടെ ബോഡിയാന്ന്. എന്നിട്ട് ഡീകമ്പോസ് ആയിട്ടുണ്ട് ബോഡി ഒരുപാട്. ഇപ്പൊ അവിടെ പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് 1.5 മണിയുണ്ട് അവിടെ ആ സ്ഥലത്ത് പോകുന്നു. ഞങ്ങൾ ധോണിയിൽ പോകുന്നുണ്ട്. മല വരണുണ്ട് ഒരുപാട് കടലിലെ. ശരി, കേടിക്കൊണ്ടിരിക്കുക. ശരി, താങ്ക് യു. ഒരുപാട് നന്ദി ഈശ്വർ മാൽപെ ഒപ്പം ചേർന്നതിനും വിവരങ്ങൾ നൽകിയതിനും. ഈശ്വർ മാൽപെ പറയുന്നത് അവിടെ നിന്നും മറ്റൊരാളെ കാണാനില്ല, ശരീരം ലഭിക്കണം എന്നത് സംബന്ധിച്ച ഒരു വിവരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് ആരുടേത് എന്ന് സ്ഥിരീകരിക്കാൻ ഈ നിമിഷം കഴിയില്ല എന്നുള്ളതാണ് ഈശ്വർ മാൽപെ പറയുന്നതിൽ നിന്നും വ്യക്തമാവുന്നത്. ഒപ്പം ബന്ധുക്കൾ ആരും ഇപ്പോൾ ശിരൂരിലില്ല എന്നറിയുന്നു. ഏതോ ഒരു വ്യക്തിപരമായ കാര്യത്തിനായി ജിതിൻ നാട്ടിലാണുള്ളത്. ജിതിൻ അങ്ങോട്ടേക്ക് തിരിക്കുന്ന കാര്യം ആലോചിക്കുന്നുണ്ട്. അത് എപ്പോൾ എങ്ങനെയെന്ന് സംബന്ധിച്ചും ജിതിന് ഇപ്പോൾ വ്യക്തതയില്ല. പക്ഷെ അങ്ങോട്ടേക്ക് പോവും എന്ന് പറയുന്നുണ്ട്. ഏകദേശം 55 കിലോമീറ്റർ എങ്കിലും ദൂരെയാണ് ഇപ്പോൾ ഈ ശരീരം ലഭിച്ചതായി പറയുന്നത്. മത്സ്യത്തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങിയതായാണ് അറിയുന്ന വിവരങ്ങൾ. ജീർണിച്ച നിലയിലാണ് മൃതദേഹം ഉള്ളത്. പക്ഷെ ഒരു ജാർഖണ്ഡ് സ്വദേശിയുടേതാവാം എന്ന ഒരു നിഗമനത്തിലാണ് ഈശ്വർ മാൽപെ ഉള്ളത്. അദ്ദേഹം അക്കാര്യമാണ് പങ്കുവച്ചത്. അപ്പോഴും ഇതാരുടേത് എന്നതിൽ സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല, വ്യക്തത വന്നിട്ടില്ല. അധികൃതരുടെ ഭാഗത്തു നിന്ന് വിശദമായ ശാസ്ത്രീയമായ പരിശോധനകൾക്ക് ശേഷം മാത്രമേ സ്ഥിരീകരണം ലഭിക്കുകയുള്ളൂ. ശ്രീധരൻ തുടരുന്നുണ്ട്. ശ്രീധരൻ, ഇപ്പോൾ ഈശ്വർ മാൽപയുമായി സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് ഒരു ജാർഖണ്ഡ് സ്വദേശിയെ കാണാനില്ല, ശരീരം കിട്ടാനുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. ഒരുപക്ഷെ അതായിരിക്കാം എന്ന് തന്നെയാണ് ഈശ്വർ മാൽപെ പറയുന്നത്. അങ്ങോട്ടേക്ക് പോകാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്, നല്ല മഴ വരുന്നുണ്ട് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. മാൽപെ പറയുന്ന വിവരമനുസരിച്ച് ഈ ഹൊന്നാവര ഭാഗത്ത് നിന്ന് തന്നെ കഴിഞ്ഞ ദിവസം ഒരു മൃതദേഹം ഒരാളെ കാണാതായിരുന്നു. ഒരുപക്ഷെ അയാളുടേതാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് ഈശ്വർ മാൽപെ തന്നെ പറയുന്നത്. ഏതായാലും ഇതിന് അധികം പഴക്കമില്ല എന്നുള്ള വിവരങ്ങൾ കൂടി ലഭിക്കുന്നുണ്ട്. നിലവിൽ ഏതായാലും നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു മോത്തി 50 കിലോമീറ്ററോളം ഉണ്ട് ഈ ഷിരൂരിൽ നിന്ന് ഈ ഹൊന്നാവരയിലേക്ക്. അത്രയും ദൂരമൊക്കെ കടലിലേക്ക് ഇത് ഒഴുകിയെത്തിയിട്ടുണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യമൊക്കെ അവിടെ ഉയരുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ നിലവിൽ നമുക്കൊരു സ്ഥിരീകരണത്തിലേക്ക് ഇപ്പോഴും എത്താറായിട്ടില്ല. അവിടെ കൂടുതൽ ആളുകൾ അവിടെ എത്തി, ജില്ലാ ഭരണകൂടത്തിന്റെ ഉൾപ്പെടെ ആളുകൾ അവിടെ എത്തി പരിശോധനകൾ നടത്തിയ ശേഷം മാത്രമേ ഇക്കാര്യത്തിലൊരു സ്ഥിരീകരണം ഏതായാലും വരൂ. നിലവിലേതായാലും ഈശ്വർ മാൽപെ നൽകുന്ന വിവരങ്ങൾ നമ്മൾ മുഖവിലേക്ക് എടുത്താൽ അത് ആ പ്രദേശത്ത് നിന്ന് കാണാതായ മറ്റൊരാളുടെ മൃതദേഹമാവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്നത്. ഏതായാലും ലോറി ഉടമ മനാഫ് ഉൾപ്പെടെയുള്ളവർ അവിടേക്ക് പോകുന്നുണ്ട്. നമുക്ക് അവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അല്പ സമയത്തിന് തന്നെ ശേഖരിക്കാനാകുമെന്നാണ് മനസ്സിലാകുന്നത്. ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടവുമായി അല്പസമയം മുൻപ് ബന്ധപ്പെട്ടിരുന്നു. അവർക്ക് ഔദ്യോഗികമായി ഇങ്ങനെയുള്ള ഒരു വിവരം ലഭിച്ചിട്ടില്ല. പക്ഷേ ഇങ്ങനെ ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. കോസ്റ്റൽ പോലീസ് സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. 11 മണിയോടുകൂടിയാണ് ഇങ്ങനെ ഒരു വിവരം വന്നത്. അത് കൂടുതൽ പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടി കോസ്റ്റൽ പോലീസിനെ അങ്ങോട്ട് അയച്ചിട്ടുണ്ട് എന്നുള്ള വിവരമാണ് ഉത്തരകന്നഡ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചത്. നിലവിലേതായാലും അത് അർജുന്റേതാവാനുള്ള സാധ്യത കുറവാണ് എന്നാണ് ഈശ്വർ മാൽപെയുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്.